അനന്തരം പ്രദ്യുമ്നൻ്റെ മകൻ അനിരുദ്ധൻ. അപ്പോൾ അദ്ദേഹത്തിന് ഈ എന്താ പറയുക മട്ടുപ്പാവിൽ കിടന്നുറങ്ങുന്ന ഒരു ശീലമുണ്ട്. അതിനിടയിൽ ബാണൻ എന്നൊരു അസുരൻ, ബാണൻ ബലിയുടെ വംശത്തിൽപ്പെട്ട ആളാണ് ബാണാസുരൻ. ഭഗവാനെ മഹാദേവനോട് വലിയ ഇഷ്ടമാണ്. അങ്ങനെ മഹാദേവനെ തപം ചെയ്ത് ഓം നമ ശിവായ 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 ഓം നമ ശിവായ. ഭഗവാൻ പ്രത്യക്ഷനായി. സന്തോഷമായി. ഭഗവാൻ പറഞ്ഞു, എന്താ കൂട്ടാ, എന്തിനു വേണ്ടിയിട്ടാ നീ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു ചോദിച്ചപ്പോൾ, ഭഗവാനെ സത്യത്തിലേ അങ്ങേ കാണുമ്പോൾ ഉണ്ടാവുന്നൊരു ആനന്ദം, അങ്ങയുടെ നാമം ജപിക്കുമ്പോൾ ഉണ്ടാവുന്നതായിട്ടുള്ളൊരു അനുഭൂതി, സത്യത്തിൽ ആ കൊട്ടും താളവും മേളങ്ങളൊക്കെ ആയിട്ട് നല്ല നാമാവലി ചൊല്ലിയിട്ട് അങ്ങേ സ്തുതിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു അനുഭവം ഉണ്ടാകും. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ സത്യത്തിൽ കുറച്ച് അങ്ങയുടെ മുമ്പിൽ ഭജനയൊക്കെ ചെല്ലണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കേശവൻകുട്ടീനെയും ദാമോദരനെയും സഹദേവനെയൊക്കെ വിളിച്ചു. തബലി ഹാർമോണിയൊക്കെ കൊടുത്തിട്ട് ഒന്ന് പാടാം സ്തുതിക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് ഒഴിവില്ല, വന്നില്ല. എനിക്ക് തോന്നി എന്തറിയോ, ഈ രണ്ടല്ല 5-8 കൈയുണ്ടെങ്കിൽ ഓരോ എക്യുപ്മെന്റ്സ് ഓരോന്നുകൊണ്ട് വായിച്ചിട്ട് സ്തുതിക്കായിരുന്നു തോന്നി. വെറുതെ പറഞ്ഞതാ. ഭഗവാൻ പറഞ്ഞു, ശരി ഇനിയിപ്പോൾ ആരെയും ആശ്രയിക്കണ്ട, ഞാൻ ബാണാ തനിക്ക് 1000 കൈകൾ തരാം. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു, 1000 കൈകൾ കൊടുത്തു. ഈ 1000 കൈകൾ കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി. പിന്നെ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത ആനന്ദം, സ്വയം ആ അനുഭൂതിയിൽ ലയിച്ചുകൊണ്ട് വന്ദേ ശംഭും ഉമാപതിം സുരഗുരും വന്ദേ ജഗൽകാരണം വന്ദേ പന്നകഭൂഷണം മൃഗധരം വന്ദേ പശൂനാം പതേം വന്ദേ സൂര്യചാങ്കവന്നിനയനം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയം ച വരദം വന്ദേ ശിവം ശങ്കരം ജഡാഢബീകളജ്വലപ്രഭാകപാവിതസ്ഥലേകളേവലംബ്യലംബിതാംഭുജംഗതുംഗമാലികം ഢമഢമഢമഢമ നിനാദമഢമർവയം ചകാരചണ്ഡതാണ്ഡവം തനോതു ന ശിവ ശിവം ജടാകടാക സംഭ്രമം ധനംബലന്ദ നിർധരീ വിലോലവീജിവല്ലരി. ഭഗവാൻ ആ നൃത്തം വെച്ചുകൊണ്ട്, ആ നടരാജ നൃത്തം വെച്ചുകൊണ്ട് നേരെ ഭഗവാൻ മുമ്പിൽ വന്നു. ബാണാ, സ്തുതിയൊക്കെ നന്നായിട്ടോ, എന്താ കുട്ടനെ വേണ്ട? ഭഗവാനെ എന്താ അറിയോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരിക, അങ്ങേ സ്തുതി. അല്ല, സ്തുതി ഇഷ്ടമാണ് കേട്ടോ, പക്ഷെ എങ്ങനെ അത് എപ്പോഴും അങ്ങനെ തരപ്പെടില്ല. ഇപ്പോൾ കുറച്ചുകൂടി കൃഷി എടുത്തിട്ടുണ്ട്, പിന്നെ വേറെ ഒരു ചെറിയൊരു നാട്ടുരാജ്യവും കൂടി ഇപ്പോൾ നമുക്കിങ്ങനെ വന്നു ചേർന്നു. അപ്പം എല്ലാം കൂടി ടൈം കിട്ടുന്നില്ല. വീടിത്തിരി സൗകര്യമാക്കിയിട്ടോ, അപ്പോൾ പടിപ്പരയിൽ തന്നെ നല്ലൊരു അറ്റാച്ച്ഡ് ബാത്റൂമും സൗകര്യങ്ങളും ഒരു ഹാളുമൊക്കെ ആയിട്ട് നല്ല സൗകര്യമുണ്ട്. അപ്പോൾ ഒരാഗ്രഹമുള്ളത് വിത്ത് ഫാമിലി അങ്ങോട്ട് വരണം എന്നാണ് ഒരു മോഹം. താ പറയണത് പാർവതിയമ്മേനെയും കൂട്ടി ഗണേശൻ കുട്ടീനെയും മുരുകനെയൊക്കെ കൂട്ടിയിട്ട് ഭഗവാൻ പോണം. എവിടേക്ക്? ബാണന്റെ സന്നിധിയിലേക്ക്, പടിപ്പരയിൽ താമസത്തിന്. എന്താ അറിയോ, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കാണാം, ഒഴിവില്ല, ബിസി. മനസ്സിലായില്ലേ? ഭക്തപരാധീനാണ് ഭഗവാൻ അല്ലേ? ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരിയാവട്ടെ, അങ്ങനെ ഒരു മോഹാണെങ്കിൽ ആവാം. ഏതായാലും ഭഗവാൻ കുടുംബസമേതം ബാണന്റെ ആ പടിപ്പരയിലെ മുകളിലത്തെ ആ റൂമിൽ താമസമാക്കി. കുറച്ച് ദിവസം കഴിഞ്ഞു. ഒരു 10-10:30 കൂടിയിട്ട് ബാണൻ എണീച്ച് അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ട്, ഭഗവാൻ എണീച്ചില്ലേ? കിടക്കലേ ഇല്ല, കിടന്നാലാണല്ലോ എണീക്കുക അല്ലേ? ഉറക്കം തന്നെ പതിവില്ല. എന്താ ബാണ, എന്താ വിശേഷം? ഒന്നുമില്ല ഭഗവാനെ. എന്താ അറിയോ, കയ്യിനും കാലിനും ഒരു എക്സസൈസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ടൊരു റെസ്ലിംഗ് കൂടിയിട്ട് കുറെ കാലായി. അപ്പോൾ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നമുക്കൊന്നൊരു മല്ലപ്പിടുത്തം, മല്ലയുദ്ധത്തിന് വിളിക്കുക. ആരെ? ഭഗവാനെ. ആലോചിച്ച് നോക്കൂ. ഭഗവാൻ പറഞ്ഞു, ബാണാ, അപ്പൊ പഴയമാതിരി മല്ലയുദ്ധത്തിനൊന്നും വയ്യ, കൊണ്ടൊരു കാര്യം ചെയ്യാം, അങ്ങയുടെ കൈക്കരുത്ത് തീരാനുള്ള സാഹചര്യം ഉണ്ടാവും.
അങ്ങയുടെ ധ്വജം എന്ന് പാതിയാകുന്നുവോ അന്ന് ഇതിനുള്ള സാഹചര്യം അങ്ങയ്ക്കുണ്ടാവും എന്നാണ്. പിന്നെ ഇത് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പുത്രിയുടെ പേര് ഉഷ. ഉഷ ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു. ഒരു സുന്ദര ഗന്ധർവൻ ഇവളുടെ ഒപ്പം വന്ന് ആ വിരലിൽ പിടിച്ച് ആ പൊയ്കകളും തടാകങ്ങളും ആ കുട്ടിക്കുന്നുകളും ഉദ്യാനങ്ങളൊക്കെ ഉള്ള ഭാഗത്തുകൂടെ നന്നായിട്ട് കൈ പിടിച്ചുകൊണ്ട് ദ്രുതഗതിയിൽ താളം ചവിട്ടിക്കൊണ്ട് ഒക്കെ ചക്കരപന്തലിൽ തീമഴ ചൊരിയും ചക്രവർത്തി എണീക്കല്ല, കട്ടിൽ നിന്ന് ഉരുണ്ടു വീണു. അപ്പോഴാണ് ഉറക്കാണെന്ന് മനസ്സിലായത്. പക്ഷെ എന്നാലും ആ വേദന ഒരു വേദനയല്ല, ഒരു സുന്ദര വേദന. അങ്ങനെ ആയത്. ഇഡ്ഡലി കഴിക്കാനിരിക്കുമ്പോൾ ഇഡ്ഡലി പൊട്ടിച്ചിട്ട് ഇഷ്ടൂല അമർത്തിയിട്ട് പൊടിയിൽ തേമ്പിയിട്ട് നേരെ മൂക്ക് കൂടെ കൊണ്ടുപോയി. ഇത്ര വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഈ വഴി മാറിയിട്ട് ഈ സാധനം പോവുക എന്ന് പറയുമ്പോൾ മനസ്സെവിടെയോ മാറിയിട്ടുണ്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അവളുടെ തോഴി ചിത്രലേഖ വലിയ കാരിക്കേച്ചർ ആർട്ടിസ്റ്റാണ്. കുംഭാണ്ഡൻ എന്ന മന്ത്രിയുടെ മകളാണ് ചിത്രലേഖ. അവൾ ചോദിച്ചു, എന്ത് പറ്റി ഉഷേ? ഒന്നുമില്ല ചിത്രു, എന്തോ ഉണ്ട്, പറയാം കഴിച്ചില്ല, അമ്മ കേൾക്കാണ്ട് പറയാം. മെല്ലെ പറഞ്ഞു. തലേസ സ്വപ്നത്തിൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവളുടെ ഭാവനയിൽ നിന്ന് വിസ്തരിക്കുന്നത് കേട്ടിട്ട് അവൾ രൂപങ്ങൾ വരച്ചുണ്ടാക്കി. വരച്ചപ്പോൾ ഏതാണ്ട് ഒരു വസുദേവരുടെ അമ്മാമ്മയുടെ രൂപം വന്നു. അങ്ങനെയുള്ളൂ. ചിലർ മോഹൻലാലിൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ്റെ രൂപം വരില്ല, അങ്ങനെ വരും. ഒരു ഛായ അങ്ങനെ വരച്ചു. പിന്നെ ഏതാണ്ട് വരച്ചപ്പോൾ കഷ്ടി കൃഷ്ണൻ്റെ രൂപത്തിൽ സാമ്യമുണ്ട്. നോ. അവസാനം സാക്ഷാൽ അനിരുദ്ധൻ്റെ ചിത്രം കൊണ്ട് വരച്ചപ്പോഴോ ആണ് എന്നും പറഞ്ഞില്ല, അല്ല എന്നും പറഞ്ഞില്ല. അപ്പം അത് തന്നെയെന്ന് മനസ്സിലായി. അവൾക്ക് സിദ്ധിയുണ്ട്, യോഗസിദ്ധിയുണ്ട്. അതുകൊണ്ട് അവളുടെ സിദ്ധി ഉപയോഗപ്പെടുത്തിയിട്ട് മട്ടുപ്പാവിൽ കിടക്കുന്ന അനിരുദ്ധനെ കട്ടിലോടുകൂടിയിട്ട് വിത്ത് കട്ടിൽ പൊക്കി കൊണ്ടുവന്നിട്ട് നേരെ അന്തപുരത്തിൽ വെച്ചു. ഉറങ്ങിയത് അവിടെ, ഉണരുന്നത് ഉഷയുടെ അന്തപുരത്തിൽ. കൈത്താൻ ഫാന് വീശി കന്യകമാര് പല്ല് തേക്കാനും മറ്റുമൊക്കെയുള്ള സാധനങ്ങൾ കൊടുത്തു. മാറ്റാനുള്ള വസ്ത്രങ്ങളും മറ്റുമൊക്കെ കൊടുത്ത് അദ്ദേഹത്തിനെ അടുത്തു നിന്ന് ശുശ്രൂഷിച്ചു. അത് വലിയൊരു ആനന്ദാനുഭവമായി അദ്ദേഹത്തിന്. സംഭവിച്ച എന്താണെന്ന് അദ്ദേഹത്തിന് ആദ്യം പിടികിട്ടിയില്ല. പിന്നെ അവർ ക്രമേണ വിസ്തരിച്ചു. ആ ഇഷ്ടക്കൂടുതൽ കൊണ്ടും അവരോട് ശുശ്രൂഷ കൊണ്ടും അച്ഛനും അമ്മയും മുത്തച്ഛനും ഒക്കെ അവിടെ വീട്ടിലുണ്ടെങ്കിലും ഇവിടെ കുഴപ്പമില്ല, ഇവിടെ കൂടാ എന്നൊരു നിലയിൽ അനിരുദ്ധം കുട്ടി അവിടെ അങ്ങോട്ട് കൂടി. കിടന്നുറങ്ങിയ ആളെ കാണാനില്ല. 4 ഭാഗത്തേക്ക് ആളെ അയച്ചു, എവിടെ പോയി നീശല്ല, മറുപടികൾ കിട്ടില്ല. അതിൻ്റെ ഇടയിൽ ചില വിഷയങ്ങൾ നാരദർ ആ വഴിക്ക് പോവുകയാണ്. പോകുമ്പോഴേക്ക് ഇവിടെ ഒരു സംഭവം ഉണ്ടായത് എന്താ വെച്ചാൽ, വേറിട്ട ചില ശബ്ദങ്ങൾ ഉഷ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കറങ്ങുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ജനലിൻ്റെ ഉള്ളിൽ കൂടെ സേവകന്മാരിൽ ഒരാൾ ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കിയപ്പോൾ ഗന്ധർവ സമാനനായിട്ടുള്ളൊരു വ്യക്തിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് രാജകുമാരി. ഓ ഭഗവാനെ, വിഷമായി അദ്ദേഹം ഒന്ന് ഭയന്നു. കാരണം തങ്ങളുടെ സുരക്ഷയ്ക്ക് അകം ഒരു വിദ്വാൻ വന്ന് പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ തങ്ങൾ ഉറക്കം തൂങ്ങണോ? അങ്ങനെയാണല്ലോ ചോദ്യം വരിക. ബാണന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ വാളെടുത്ത് വീശിക്കഴിഞ്ഞാൽ എന്ത് സേവകൻ, എന്ത് മന്ത്രി, ആകെ പരിഭ്രമിച്ചു. പക്ഷെ അറിയിച്ചാൽ എന്താ ഉണ്ടാവുക, അറിയിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? വിഷമാണപ്പോൾ. ഈ ഭൃത്യന്മാരുടെ ദൗത്യം ചെറുതല്ല, വലിയ റിസ്ക് ആണല്ലോ. എങ്കിലും ധൈര്യം സംഭരിച്ചിട്ട് നൈസിൽ പോയി. തിരുമനസ്സേ എന്താണെന്നറിയില്ല. അപ്പോൾ ഉഷക്കുട്ടീനിപ്പോൾ അങ്ങനെ കൂടുതൽ അമ്പലത്തിലേക്കൊന്നും പോകണോ കാണാനില്ല. മിമിക്രി പഠിക്കണ്ടോ എന്നറിയില്ല. ആണുങ്ങളുടെ ഒച്ചയിലൊക്കെ സംസാരിക്കേണ്ടതായിട്ടൊക്കെ അങ്ങനെ കേൾക്കണു. പിന്നെ പച്ചമാങ്ങ കിട്ടുമോ എന്നൊക്കെ അങ്ങനെ ചോദിച്ച മാതിരി തോന്നി. എന്തൊക്കെയോ അവിടെയും ഇവിടെയും തൊടാണ്ടൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെയോ ഒരു സംശയം തോന്നിയിട്ട് പെട്ടെന്നൊരു മിന്നൽ പരിശോധന. ഉഷയുടെ മന്ദിരത്തിലേക്ക് പോയപ്പോൾ ഒരു സുന്ദര ഗന്ധർവ യുവാവ് അവളുടെ മടിയിൽ ശിരസ് വെച്ച് കിടക്കുന്നതായിട്ടുള്ള രംഗം കണ്ടു. ഇദ്ദേഹം പരസ്പരം കണ്ടു കേട്ടോ. രണ്ടുപേരും മുഖാമുഖം കണ്ടാലും ഒന്ന് എണീക്കെങ്കിലും ഭാവവ്യത്യാസത്തോടുകൂടി ഒന്ന് വണങ്ങെങ്കിലും ചെയ്തില്ല. ആരെ? ബാണനെ. അത് അദ്ദേഹത്തിന് വലിയ ക്രോധമുണ്ടാക്കി എന്നാണ്.
ഉറയിൽ നിന്ന് വാളൂരി വീശി അഭ്യാസിയായതുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറി. പക്ഷേ അനേകം ഭടന്മാരെ കൂട്ടി വന്നിട്ട് ഇദ്ദേഹം അനിരുദ്ധനെ ബന്ധനസ്ഥനാക്കി. ആ ഘട്ടത്തിലാണ് നാരദര് കൃഷ്ണമന്ദിരത്തിൽ ചെല്ലണത്. അദ്ദേഹം സരസമായിട്ട് പറഞ്ഞു, ഭഗവാനെ, ഇപ്പോൾ മകനിപ്പോൾ അവിടെ ബാണൻ്റെ ഫാമിലി കുട്ടികളൊക്കെ ആയിട്ടൊക്കെ വലിയ കമ്പനിയാണല്ലേ, അവിടെ ഇങ്ങനെ കൈ കെട്ടിയിട്ടൊക്കെ കളിക്കുന്നത് കണ്ടു. കൈ ഇങ്ങനെ തോണുമ്പിൽ ഇങ്ങനെ പിന്നിലൊക്കെ കെട്ടി കളിക്കുന്നു. അപ്പോൾ കെട്ടിയിട്ടൊക്കെ സംഗതി മനസ്സിലായില്ലേ? ഇത് കേട്ടപ്പോൾ ഭഗവാൻ വേഗം ഭടന്മാരെ തയ്യാറാക്കി ബാണഗ്രഹത്തിലേക്ക് അനിരുദ്ധനെ മോചിപ്പിക്കാനായിട്ട് ചെന്നപ്പോൾ മഹാദേവൻ തൻ്റെ ഭക്തനെ രക്ഷിക്കാനുള്ള ബാധ്യതയുണ്ടല്ലോ, അതിന് മഹാദേവൻ കൃഷ്ണനെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം ഉണ്ടായി. അങ്ങനെ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ ചേർന്ന് യുദ്ധമുണ്ടായി എന്നാണ്. ഭഗവാൻ അദ്ദേഹത്തിൽ നിന്നൊരു ജ്വരത്തെ ഉൽപ്പാദിപ്പിച്ചു, ശിവജ്വരം. ഭഗവാൻ നാരായണ ജ്വരത്തെ ഉണ്ടാക്കി. രണ്ടുപേരും ജ്വരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. നാരായണ ജ്വരത്തിന് മുമ്പിൽ ആ ശിവജ്വരം നിഷ്പ്രഭമായി അങ്ങനെ പോയി. അതിനകം ഝടിതിയിൽ വന്നുള്ള പ്രദ്യുമ്നാദികളൊക്കെ കൂടിയിട്ട് വാളെടുത്ത് വീശി അങ്ങനെ ധ്വജത്തിൽ വിട്ടുകൊണ്ട ധ്വജം പാതി ഉയരമായിട്ട് ചുരുങ്ങി. ഇപ്പം നേരത്തെ പറഞ്ഞ ആ ഒരു അനുഭവം അല്ലേ, എന്ന് ധ്വജം പാതിയാവണോ അന്ന് അങ്ങയുടെ കരുത്ത് തീർക്കാനുള്ള സാഹചര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഭഗവാൻ നേരെ ചാടി ബാണൻ്റെ അടുത്ത് വന്ന് ബാണനെ ബന്ധിച്ച് ബാണനിൽ ഉണ്ടായിരുന്ന ഓരോ കരങ്ങളും ഛേദിച്ച് ആദ്യമുണ്ടായ ആവശ്യത്തിനുള്ള കരങ്ങൾ നിർത്തി ബാക്കി എക്സ്ട്രാ ഭഗവാൻ കൊടുത്ത കരങ്ങളെ മുഴുവൻ അറുത്തെടുക്കുകയുണ്ടായി എന്ന് പറയണം. അങ്ങനെ സാഷ്ടാംഗം പ്രണമിച്ചു, ക്ഷമാപണം ചെയ്തു. അപ്പോൾ ഈ ഒരു തത്വം ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഭഗവാനോട് അടുക്കുമ്പോൾ പലതരത്തിലുള്ള പ്രഭാവങ്ങളും കഴിവുകളും അവസ്ഥകളും സ്ഥാനങ്ങളും എല്ലാം അനായാസേന വന്നു ചേരും. പക്ഷേ അവയുടെ വിനിയോഗം ശരിയായ നിലയിലല്ലെങ്കിൽ തന്ന ആൾക്ക് തന്നെ അതിനെ തിരിച്ചെടുക്കുവാൻ സാധിക്കും. അതിന് ഒരു ഉപേക്ഷയും ഉണ്ടാവില്ല. അതെ, അങ്ങനെ ഒരു മൂലയ്ക്ക് അങ്ങോട്ട് ഇടും എന്നുള്ള കാര്യം സംശയമില്ലാത്തതാണ് എന്ന് പറയാണ്. ഏതായാലും അങ്ങനെ അനിരുദ്ധ കഥകളൊക്കെ കഴിഞ്ഞു. ഭഗവാൻ പിന്നീട് നൃഗരാജാവിൻ്റെ കഥയാണ്. നൃഗരാജാവ് ദത്താപകാര ദോഷം, അനവധി കഥകളാണ്, എല്ലാത്തിലും സന്ദേശമാണ്. നൃഗൻ എന്നൊരു രാജാവാണ്, അദ്ദേഹം ഓന്തായി മാറി ഇല്ലേ, ആ കഥ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ കാരണം എന്താ അറിയോ? ദത്താപകാരം എന്നുള്ളൊരു ദോഷം ഇദ്ദേഹത്തിന് വന്നു. ആയുർദൈർഘ്യത്തിന് ബ്രാഹ്മണർക്ക് പശുവിനെ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അദ്ദേഹം ധാരാളം പശുക്കളെ ദാനം ചെയ്തു. ഒരിക്കൽ ഒരു പശുവിനെ വാങ്ങിയിട്ട് പോയിട്ടുള്ള ബ്രാഹ്മണൻ പശുവിനെ തൻ്റെ ചെറിയൊരു കുടിലാണ്, അദ്ദേഹത്തിന് ചെറിയൊരു കുഞ്ഞു വീടാണ്, അതിലൊരു മരത്തിൻ്റെ പോസ്റ്റ് കാലാണ്, തൂണ്, അതിലിതിനെ കെട്ടിയിട്ടു. കയറ് ബലമില്ല. അവിടുത്തെ സിറ്റുവേഷൻ കണ്ടപ്പോൾ പശുവിന് ഇഷ്ടമായില്ല. ഒന്നങ്ങനെയാണ്. ഇപ്പോൾ ആനന്ദാശ്രമം എന്നൊരു സ്ഥലമുണ്ട് കേട്ടോ, കാഞ്ഞങ്ങാട്. എപ്പോഴെങ്കിലും കൂടുമ്പോഴൊക്കെ ഒന്ന് പോകണം, ശ്രമിക്കണം. ആനന്ദാശ്രമം തന്നെയാണ്. ആ പശുക്കളുടെ ആ ഒരു തൊഴുത്തുണ്ടല്ലോ, തൊഴുത്ത് എന്നല്ല ശരിക്കും വീട് തന്നെ പറയണ്ടത്. എത്ര ഭംഗിയായിട്ട് 2 തവണ അതിനെ കഴുകി വൃത്തിയാക്കി കൊണ്ടിരിക്കും. ഓരോ പശുവിനും ഓരോ വലിയ പെഡസ്റ്റൽ ഫാൻ വെച്ചിട്ടുണ്ട്. എത്ര നന്നായിട്ടാണ് ശുശ്രൂഷിക്കണം അറിയോ? കാരണം അവിടുത്തെ പശുവിനൊക്കെ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലേക്ക് കൊടുക്കുന്ന ആലോചിച്ച് ചാവും അത്, മനസ്സിലായില്ലേ? അങ്ങനെ ഇതേപോലെ ആ പശുവിന് ഇഷ്ടപ്പെട്ടില്ല. ഒന്നിങ്ങനെ ഓങ്ങിയപ്പോൾ കെട്ട് പൊട്ടി അത് വന്നു. വീണ്ടും എവിടേക്ക് പോയി അറിയോ? തൻ്റെ വീട്ടിലേക്ക്, രാജാവിൻ്റെ വീട്ടിലേക്ക് പോയി. ഇതറിയാതെ ഒരു ബ്രാഹ്മണൻ വന്നു. അദ്ദേഹത്തിന് ഇത് പിടിച്ചു കൊടുത്തു. പശുവിനെ കാണാത്ത ബ്രാഹ്മണനെ തെരഞ്ഞുപോയി. തെരഞ്ഞു പോയപ്പോൾ വേറൊരു ബ്രാഹ്മണൻ ഈ പശുവിനെയും കൊണ്ട് വരണോ. എന്താ എൻ്റെ പശുവിനെ താൻ കൊണ്ടുവരണമെന്ന് ചോദിച്ചു. തൻ്റെ പശു എങ്ങനെ ഉണ്ടാവുക? ഇത് എൻ്റെ പശു. എന്താ അടയാളം? അടയാളമുണ്ട്, എനിക്കറിയാം. ഈ പുള്ളി അടയാളമൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങി. ആ സൈഡിൽ, ഇടത്തെ സൈഡിൽ വയറിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഞരമ്പ് ഇങ്ങോട്ട് ചാടി കാണുന്നുണ്ടല്ലോ. ഉണ്ട്, അതന്നെ അടയാളം. എവിടുന്ന് കിട്ടി? രാജാവ് തന്നു. അപ്പോൾ സൂക്ഷിപ്പില്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് ചാടി വന്നു കഴിഞ്ഞാൽ എനിക്കത് അറിയേണ്ട കാര്യമില്ല, എനിക്കിത് രാജാവ് തന്നാണ്. തർക്കമായി. തർക്കം തീർക്കാൻ രാജാവിൻ്റെ അടുത്തേക്ക് എത്തി. രാജാവിന് സങ്കടമായി, അബദ്ധം മനസ്സിലായി, ബോധപൂർവമല്ല. ഒരു കാര്യം ചെയ്യാം, അങ്ങേക്ക് ഞാനൊരു 10 പശുക്കളെ തരാം, അത് കൊടുക്കണം. എനിക്ക് 10ഉം 15ഒന്നും വേണ്ട, എനിക്ക് ഇതന്നെ മതി. അങ്ങനെയാണ്. ചെറിയ കുട്ടികൾ ഇഷ്ടമാകുമ്പോൾ അങ്ങോട്ടും കൂടെ എന്തൊക്കെ കൊടുക്കുമല്ലേ? തെറ്റിക്കഴിഞ്ഞാലോ ഇന്നലെ തന്നിട്ടുള്ള കമ്മറുകെട്ട് മുട്ടായി കൊണ്ടാന്ന് പറയും. ദേമാര്യ തർക്കേ. അവസാനം ആ തർക്കം തീർക്കാൻ സാധിക്കാതെ രാജാവ് മരണപ്പെട്ടു. അപ്പൊ കൊടുത്തത് തിരിച്ചെടുത്തു കൊടുക്കുക എന്നത് ദത്താപകാരം എന്നൊരു പാപമാണ്. ആ പാപം മൂലം ഇദ്ദേഹം ഓന്തായിട്ട് ജനിക്കേണ്ടതായിട്ട് വന്നു. ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും
പൂർവാവസ്ഥ കിട്ടി. അതിനുശേഷം ഭഗവാന്റെ നാമം ജപിക്കൽ മാത്രമല്ല, ഭഗവാനെ പോലെ വേഷം കെട്ടിയാൽ പോലും മുക്തി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കഥ. പൗണ്ഡ്രക വാസുദേവൻ എന്നൊരു വ്യക്തി, വാസുദേവൻ എന്നൊരു പേര്, പൗണ്ഡ്രകൻ അദ്ദേഹത്തിൻ്റെ തറവാട്ട് പേരാണ്. അങ്ങനെ ഭഗവാനെ പോലെ വേഷം കെട്ടും. സത്യത്തിൽ അദ്ദേഹം സ്തുതിപാഠകന്മാരാൽ കേടുവന്ന ആളാണ്. കാരണം ഒരു വ്യക്തി ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനെ പറഞ്ഞ് വേഷം കെട്ടി അല്ലേ. ഇപ്പോൾ കുറേ സിദ്ധന്മാരും ഭഗവാന്റെ അവതാരം എന്ന് പറഞ്ഞിട്ടൊക്കെ കുറേ ആളുകൾ നടക്കുന്നുണ്ടല്ലേ, കാണാം. സത്യത്തിൽ ഇവർ സാധുക്കളാട്ടോ. പിന്നാലെ കൂടുന്ന ഉപജാപക സംഘങ്ങളാണ് ഇവരെ വേഷം കെട്ടിക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്നതായിട്ടുള്ള ചിത്രങ്ങളൊക്കെ എടുത്തിട്ട് അനുഗ്രഹിക്കണ മാതിരിയൊക്കെ വല്ല ആവശ്യമുണ്ടോ? നമ്മുടേതായിട്ടുള്ളൊരു തൻ്റെ ഇടം നമ്മളില്ല. ആളുകൾ പറയണത് കേൾക്കണം, കേട്ടിട്ട് ഉൾക്കൊണ്ടിട്ട് വേണ്ടത് കേൾക്കുകയും മറ്റേതിനെ വിടുകയും ചെയ്യണം. ആ ഒരു തൻ്റെ ഇടം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധൂസായി പോവും. ഇദ്ദേഹത്തിന് പുകഴ്ത്തലിഷ്ട, അവർക്കൊക്കെ സമ്മാനവും കൊടുക്കും. കുറേ ഉപദേശികൾ ഇദ്ദേഹത്തിനെ പുകഴ്ത്താൻ കൂടിയെന്നാണ്. അങ്ങനെയായി ഇദ്ദേഹത്തിനെ പറ്റി കവിത എഴുതുക, അങ്ങനെയൊക്കെ ആയി. ഇപ്പോൾ ചിലർ പറഞ്ഞു വാസുദേവൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒറിജിനൽ വാസുദേവൻ അങ്ങാണ്. അങ്ങയുടെ പേരിലൊരു വിദ്വാൻ ദ്വാരകയില്ല, അത് ശരിയായിട്ട് തോന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ വേറൊരാൾ സശങ്കചക്രം സകിരീടകുണ്ടലം അദ്ദേഹത്തിന് നോക്കി, എന്തായാലും സംസ്കൃത, എന്നാലും അതിനൊരു അർത്ഥമുണ്ട്. ശംഖും ചക്രവും ഒക്കെ പാടുകൂടി ധരിച്ചിട്ടുള്ള അങ്ങ് വളരെ നന്നായി ശോഭിക്കണമെന്നാണ് പറഞ്ഞത്. എവിടെ എനിക്ക് ശംഖും ചക്രവും? അല്ല, അത് നമുക്ക് സെറ്റ് ചെയ്യാലോ. അങ്ങനെ കനം കുറഞ്ഞ മരം കൊണ്ട് ശംഖും ചക്രമൊക്കെ ഉണ്ടാക്കി ഒരു കയ്യിൽ പിടിപ്പിച്ച മാതിരി ആക്കിയിട്ട് കയ്യിൽ വെച്ച് കെട്ടിയിട്ടോ പാവത്തിൻ്റെ. എന്നിട്ട് മൂപ്പര് ഗരുഡാരൂഢനായിട്ടുള്ള അങ്ങയുടെ ശോഭ ഹരേന്ന് പറഞ്ഞു. ഒരുത്തം വന്നിട്ടേ, ഗരുഡാരൂഢൻ എന്ന് പറഞ്ഞാൽ ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ട്, അതെന്താ മറ്റേ ചങ്ങായി ഗരുഡൻ്റെ പുറത്ത് പോകാറുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഗരുഡൻ ഉണ്ടാക്കാം. പാവം മരം കൊണ്ട് പിന്നെ ഒരു ഗരുഡനെ ഉണ്ടാക്കി. അപ്പോൾ ശരിയായോ? ഇത്തിരിയും കൂടി നീലയാവാം, ബ്ലൂ കുറച്ചുകൂടി ആണെങ്കിൽ സെയിം. അതിനെന്താ വഴി ഉണ്ടാക്കാം. കഞ്ഞിപ്പശയിൽ ബ്ലൂ ഒക്കെ ഇട്ടിട്ട് കലക്കിയിട്ട് നന്നായിട്ട് ബ്രഷും കൊണ്ട് ഒന്ന് കിടന്ന് തന്നാൽ മതി. അങ്ങനെ കിടന്നു കൊടുത്തു പറയുകയാണ്. അങ്ങനെ മേലെ കൂടെയൊക്കെ നീലം വാരി പൂശി എണീച്ചിരുന്നു. ശരിയായോ? കുഴപ്പമില്ല. 2-3 ഈ കൈവളകളും കൂടി മെതിയടി ഇട്ടാൽ എനിക്ക് നടക്കാൻ പറ്റില്ല. സാരില്ല, വെറുതെ കാലിൽ കുറച്ച് നേരം അങ്ങനെ ഇടണമാതിരി കാണിച്ചാൽ മതി. മാറത്തൊരു അല്ലേ, അത് കുഴപ്പമില്ല, അത് വേണമെന്നില്ല, എല്ലാം പോരെ. അല്ല, അങ്ങനെ വയ്ക്കണ്ട, എന്താ പറഞ്ഞോളൂ. അല്ല, മറ്റേ ഒരു ആൾക്ക് മാറത്തൊരു പാടുണ്ട്, എന്നാ ആവാലോ, ലേശം ചൂടുണ്ടാവും, സാരില്ല. മലന്ന് കിടന്നു, ചട്ടുകം പഴുപ്പിച്ചിട്ട് മാറത്ത് എന്തൊക്കെയൊന്ന് സഹിക്കണം നോക്കൂ. അപ്പം എല്ലാം പൂർണ്ണമായി. അപ്പം അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ ഒരേമാതിരി ആയിട്ടുണ്ട്, ഡിറ്റോ. അപ്പോൾ ഒരു വാസുദേവനെ പാടുള്ളൂ. ഒന്നുകിൽ അങ്ങ് പേര് ചേഞ്ച് ചെയ്യേണ്ടി, ഇല്ലെങ്കിൽ മറ്റേ ആളോട് അങ്ങ് ചേഞ്ച് ചെയ്യണ്ട, മറ്റേ ആളോട് ആ പേരൊന്ന് മാറ്റാൻ പറയുക, അതാണ് നല്ലത്. കേട്ട് മൂപ്പര് ഒരു ഓല ഉണ്ടാക്കി. ഒറിജിനൽ പൗണ്ഡ്രക വാസുദേവൻ എഴുതുന്നു, എൻ്റെ പേര് സ്വീകരിച്ച താൻ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നാമധേയം മാറ്റുകയോ ഇല്ലെങ്കിൽ നമ്മളുമായി യുദ്ധത്തിന് തയ്യാറാവുകയോ ചെയ്യുക, ഇല്ലെങ്കിൽ അതിൻ്റെ ഫലം ഭീകരമായിരിക്കും. ഒരു ഹിന്ദു ചിഹ്നം, ഒരു തലയോടിൻ്റെ ചിഹ്നവും കൂടി വരച്ചിട്ട് കൊടുത്തയച്ചു. ഈ ഓല കിട്ടിയപ്പോൾ ഭഗവാൻ ചിരിച്ചു, നേരെ വന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ട് കാശിരാജാവാണ്. മൂപ്പര് തീരി കൂടോത്രത്തിൻ്റെ ആളാണ്. കുറേ മോടിപ്പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. അവരൊക്കെ കൂട്ടി ഒരു മായയുണ്ടാക്കി ഭഗവാനെ ആക്രമിക്കാനായിട്ട് വിട്ടു. മായേശനായിട്ടുള്ള ഭഗവാന് മുമ്പിൽ എന്താ ചെറിയ മായകൾ, അതിനെല്ലാം ഭഗവാൻ നിഷ്പ്രഭമാക്കി ഭഗവാന്റെ സുദർശന ചക്രം കൊണ്ട് ആ മായയെയും മായാവിയെയും കാശിരാജാവിനെയും വധിച്ച് അവസാനം അത് പൗണ്ഡ്രകനിൽ ചെന്നെത്തി. ഭഗവാനെ മുഖാമുഖം കണ്ട് ഭഗവാനിലേക്ക് ആ ജീവാത്മാവ് എത്തിച്ചേർന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിൽ ഭഗവാനെ അനുകരിച്ചാലും അനുകരിച്ചാലും എത്തുന്നത് എവിടേക്കാ? എണ്ണമറ്റ തിരുനാമമുള്ളതിൽ
ഒന്നു മാത്രമൊരിക്കലൊരു ദിനം സ്വസ്ഥനായി ഇരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താനറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടിയെന്ന എങ്ങനെയാണെങ്കിലും ഭഗവാനിലേക്ക് അത് എത്തും, പാടാവില്ല എന്ന് പറയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഭഗവാന്റെ മന്ദിരത്തിൽ മഗധയിൽ നിന്നൊരു ദൂതൻ വന്നു. മഗധയിൽ നിന്ന് വന്ന ദൂതൻ ഒരു ഓല കൊടുത്തു. ഒരു സങ്കട ഹരിജിയാണ്. ഒരുപാട് ആളുകൾ അതിൽ ഒപ്പിട്ടിട്ടുണ്ട്. എന്താ സങ്കടം അറിയോ? ദുഷ്ടനായിട്ടുള്ളത് ജരാസന്ധനാൽ ഞങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. സമയമാവുമ്പോൾ ഞങ്ങൾ മരിച്ചോട്ടെ, മരിക്കാനൊന്നും വിഷമില്ല ഭഗവാനെ. പക്ഷേ ഒരു ദുഷ്ടന്റെ കൈകൊണ്ട് മരണപ്പെടുന്നതും ഒരു സിദ്ധന്റെ, ഒരു മുക്തന്റെ കൈകൊണ്ട് മരണപ്പെടുന്നതും രണ്ടിനും രണ്ട് അവസ്ഥയല്ലേ. അതുകൊണ്ട് ഭഗവാന്റെ കൈകളെ കൊണ്ടാവണം ഞങ്ങളുടെ വധം നടക്കേണ്ടത്. ഒരിക്കലും ഈ ദുഷ്ടന്റെ കൈ കൊണ്ടാവരുത്. ഇല്ലെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് മോചിപ്പിക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ടാണ് കത്തിന്റെ ഉള്ളടക്കം. ഇത് കഴിഞ്ഞ ഉടനെ നാരദമുനി വന്നു. നാരദമുനി സർവസമ്മതനാണ്, ദേവർഷിയാണ്, എവിടെയും പോകാൻ അധികാരമില്ല. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ എല്ലാവരും ചാടിപ്പിടിച്ചെണീച്ചു ഭഗവാൻ നോക്കി. നാരദരെ എന്താണോ വിശേഷം? ചെറിയൊരു വിശേഷമുണ്ട് ഭഗവാന്. എന്താ അത്? യുധിഷ്ഠിരൻ ഒരു ഓല തന്നയച്ചിട്ടുണ്ട്. രാജസൂയം എന്നൊരു വലിയ യാഗം അദ്ദേഹം ചെയ്യാൻ ആഗ്രഹിക്കണം. പക്ഷേ ഭഗവാന്റെ ഡേറ്റ് കിട്ടിയിട്ട് വേണം, ഭഗവാന്റെ ഒരു സമ്മതം കിട്ടിയിട്ട് വേണം ആ നോട്ടീസിൽ ആ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട്. അതുകൊണ്ട് ഭഗവാൻ അതിനൊരു സമ്മതം മൂളണം. അഗ്രാസന സ്ഥാനത്ത് അങ്ങേ ഇരുത്തിക്കൊണ്ട് യാഗം ചെയ്യാൻ ആഗ്രഹിക്കണു എന്ന് പറഞ്ഞു. ഏതായാലും ഭഗവാൻ നോക്കി. ഭഗവാൻ ഉദ്ധവരെ വിളിച്ചു. തൻ്റെ കാര്യത്തിന് വളരെ ശ്രദ്ധിക്കണ്ടോ, നമ്മൾ സ്പീഡ് കൂട്ടണമെന്നല്ല, അതിൽ തത്വങ്ങൾ പിടിച്ചെടുക്കണം. കാരണം എന്താ അറിയോ, ഉദ്ധവര് തൻ്റെ മന്ത്രിയാണ്. തനിക്ക് എല്ലാം അറിയാം, സർവജ്ഞനാണല്ലോ ഭഗവാൻ. പക്ഷേ ഭഗവാൻ സ്വയം ഒരു തീരുമാനം എടുത്തില്ല. ഭഗവാൻ എന്ത് ചെയ്തറിയോ, ഉദ്ധവരെ വിളിച്ചു. വ്യാസന്റെ അരമശിഷ്യനായിട്ടുള്ള ഉദ്ധവരെ, അങ്ങ് ഇത്തവിൽ ഒരു അഭിപ്രായം പറയണം. ആദ്യം വന്നത് പ്രാണരക്ഷാർത്ഥം ഒരു അപേക്ഷയായിട്ട് മഗധയിൽ നിന്നുള്ള ദൂതനാണ്. രണ്ടാമതാണ് നാരദർ വന്നത് ആദരവിൻ്റെ ഭാഗമായിക്കൊണ്ട് അഗ്രാസന സ്ഥാനത്തിരുന്നിട്ട് നമ്മളെ യാഗത്തിന് പങ്കെടുക്കാനായിക്കൊണ്ട്. നാരദർ ഒരു പ്രാമുഖ്യമുള്ള വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് മുൻഗണന കൊടുക്കേണ്ടതുമുണ്ട്. പക്ഷേ മറ്റേതാവട്ടെ ആയുസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. ഒന്ന് ആദരവിൻ്റെ അവസ്ഥ, രണ്ട് ആയുസ്സിനെ ബന്ധിക്കുന്നത്. ഇതിപ്പോൾ ഏതിന് പ്രാധാന്യം കൊടുക്കണം, ഏത് ആദ്യം ചെയ്യണം എന്ന് നമുക്കൊരു പിടി കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? ഭഗവാൻ. ഇതിപ്പോൾ ഇദ്ദേഹം സാഷ്ടാംഗം വീണോന്ന് പറയാണ് ഭഗവാൻ. പ്രഭോ, ഞാൻ നേരത്തെയും ഉദ്ധവരന്നെയായിരുന്നു, ഇപ്പോഴും ഉദ്ധവരാണ്. ഇപ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന മാറ്റം എന്താ വെച്ചാൽ അന്ന് നമ്മളെ ആരും അങ്ങനെ അറിഞ്ഞിരുന്നില്ല. ഇപ്പോഴോ ഭഗവാന്റെ സത്യസ്വരൂപനായിട്ടുള്ള അങ്ങാണ് സത്യത്തിൽ ആ ഒന്ന്, ഏകനായിട്ടുള്ള തത്വം അങ്ങാണ്. ഞാൻ വെറും പൂജ്യമാണ്. പക്ഷേ ഈ പൂജ്യമായിട്ടുള്ള ഞാൻ പൂജ്യനായിട്ടുള്ള അങ്ങയോട് ചേർന്നപ്പോൾ സംപൂജനായിട്ട് മാറി. ഇപ്പം അങ്ങാടിക്കൊക്കെ പോകുമ്പോൾ കൃഷ്ണന്റെ മഹാമന്ത്രി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആളുകൾ നമ്മളെ ആദരിക്കുകയാണ്. ശരിയല്ലേ? ഇപ്പം നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ആളുകളൊക്കെ എണീക്കണു, നമസ്കരിക്കാൻ വരണോ, ചിലർ കാലിൽ തോണ്ടണോ, വീഴണോ, ഇല്ലെങ്കിൽ വെറുതെ എങ്കിലും ഒന്ന് പൊന്തെങ്കിലും ചെയ്യുന്നുണ്ട്. എന്തിൻ്റെ പേരില്ല? അത് ഭാഗവതത്തെ ആശ്രയിച്ചുകൊണ്ടാണ്. ശരിയല്ലേ? അങ്ങാടിയിൽ പണിയെടുക്കാവുന്ന ഏതെങ്കിലും ഒരു ഇറച്ചി വെട്ടുകാരനെ കണ്ടു കഴിഞ്ഞാൽ നമസ്കരിക്കാം. അല്ല, പണി മോശമല്ല, ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങളാണ്. പക്ഷെ അങ്ങനെ ഇല്ല അല്ലേ? അപ്പം എന്ത് ചെയ്യുന്നുവോ, എന്തിനോട് ചേരുന്നുവോ അതിനനുസരിച്ചല്ലേ മതിപ്പിൽ വ്യത്യാസം വരിക. അതുകൊണ്ട് പ്രഭോ, അങ്ങയോട് ചേർന്നുകൊണ്ടാണ് ഈ പ്രഭാവമൊക്കെ നമുക്കുണ്ടായത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ എങ്കിലും കാര്യസ്ഥൻ എന്നും മന്ത്രി എന്നും ഒരു അവസ്ഥ അങ്ങ് തന്നെ ആ ദാനമായിട്ട് നമുക്ക് തന്നതിൻ്റെ പേരിൽ അതിനെ മാനിക്കാനായിക്കൊണ്ട്, എല്ലാവരെയും മാനിക്കുക എന്നൊരു അങ്ങയുടെ ഹൃദയവികാസത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് സർവജ്ഞനെങ്കിലും അജ്ഞനെ പോലെ നമ്മളോട് അഭിപ്രായത്തെ ചോദിച്ചത്. ഭഗവാനെ ചോദിച്ച സ്ഥിതിക്ക് അടിയന് പറയാമല്ലോ, അടിയന് തോന്നുന്നു, പറയണോന്ന് പറയാൻ വയ്യ, സംശയമാണ്. പിന്നെ പ്രഭോ, രാജസൂയത്തിന് തന്നെ പോകാം ആദ്യം എന്നാണ് തോന്നുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, രാജസൂയത്തിനായിക്കൊണ്ട് അങ്ങ് ഇറങ്ങിത്തിരിക്കുമ്പോൾ വിശ്വജയത്തിനായിക്കൊണ്ട് അശ്വത്തെ അയക്കുമല്ലോ. അശ്വത്തെ അയക്കുമ്പോൾ ദേശാന്തരം കറങ്ങി വരുന്ന അശ്വത്തെ, എന്താണെങ്കിലും ദേശം ചുറ്റി വരുന്ന അശ്വത്തെ ആ മഗധയിലൂടെയും കൂടി പോകുമ്പോൾ അഹങ്കാരിയായിട്ടുള്ള ജരാസന്ധൻ എന്താണെങ്കിലും പിടിച്ച് കെട്ടുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കില്ല. അപ്പോൾ അതിനെ മോചിപ്പിക്കാനായിക്കൊണ്ട് സ്വാഭാവികമായിട്ടും ജരാസന്ധനുമായിട്ട് യുദ്ധം വേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിലോ ജരാസന്ധ വധവും നടക്കും, രാജസൂയവും നടക്കും. അങ്ങനെയാണ് തോന്നണത്.
ഭഗവാൻ ചിരിച്ചു. അതുകൊണ്ട് തന്നെയാണ് അങ്ങയോട് അഭിപ്രായം ചോദിച്ച് വ്യാസന്റെ ശിഷ്യൻ തന്നെ അങ്ങ് എന്ന് പറഞ്ഞ് സ്നേഹപൂർവ്വം അദ്ദേഹത്തിനെ ആശ്ലേഷിച്ചു. അങ്ങനെ ഇതാ ഭഗവാൻ രാജസൂയ യാഗത്തിനായി കൊണ്ട് പോകുന്നു. രാജസൂയ സദസ്സിലേക്ക് ഭഗവാൻ എത്തിപ്പെട്ട ആ ഘട്ടത്തില് അവിടെ ജരാസന്ധൻ ഒക്കെ ഉണ്ട്. ജരാസന്ധൻ ഭഗവാനെ ഈ തടുക്കാനുള്ള 73 വായിച്ചത്, 73 വായിച്ചത്, 74 യാഗമാണ്. വായിക്കാട്ടോ, വായിച്ചോളാം. ശ്രീശുകോവാച ഏവം യുധിഷ്ഠിരോ രാജ ജരാസന്ധവതം വിഭോ കൃഷ്ണസ്യജാനുഭവം തം തുശ്രുത്വാ പ്രീതസമബ്രവീത്. യുധിഷ്ഠിരോവാച യേ സ്യുത്തൈലോകുരവ സർവേ ലോകമഹേശ്വരാഃ വഹന്തി ദുർലഭം ലബ്ധാ ശിരസൈവാനുശാസനം സ ഭവാൻ അരവിന്ദാക്ഷോ ദീനാനാം ഈശമാനിനാം ധത്തേനുശാസനം ഭൂമം സദത്യന്തവിഡംബനം നഖേകസ്യാദിദീയസ്യ ബ്രഹ്മണം പരമാത്മനഃ കർമ്മപിർവർദ്ധ തേജോ ഹ്രസതേ ച യഥാരവേ നവൈ തേജിതഭക്താനാമമാഹമിതി മാധവാത്വം തവീതി ച നാനാധി പശൂനാമിവ വൈകൃതാഃ. ശ്രീശുകോവാച ഇത്യുക്ത്വാ യജ്ഞേ കാലേ വവ്രേ യുക്താൻ സൃത്യജ കൃഷ്ണാനുമോദിത പാർത്ഥോ ബ്രാഹ്മണാൻ ബ്രഹ്മവാദിന ദ്വൈപായനോ ഭരദ്വാജ സുമന്തുർഗൗതമോ അസിതഃ വസിഷ്ഠ ചെവന കണ്ണോ മൈത്രേയ കവശസ്ഥിതഃ. അവിടെ കൂടിയിട്ടുള്ള ആളുകളെ പറ്റി വർണ്ണിക്കുകയാണ്. മനസ്സിലായില്ലേ? വലിയൊരു സദസ്സാണ്. ആരൊക്കെയാണത്? ദ്വൈപായനുണ്ട്, ഭരദ്വാജനുണ്ട്, സുമന്തുണ്ട്, ഗൗതമനുണ്ട്, അസിതനുണ്ട്, വസിഷ്ഠനുണ്ട്, ചെവനമുനിയുണ്ട്, കണ്ണനുണ്ട്, മൈത്രേയനുണ്ട്, കവശനുണ്ട്, മനസ്സിലായില്ലേ? വിശ്വാമിത്രനുണ്ട്, വാമദേവനുണ്ട്, സുമതിർ ജൈമിനി ക്രതുഃ പൈല പരാശരോ ഗർഗോ വൈശമ്പായനേവച അഥർവാ കശ്യപോ ധൗമ്യോ രാമോ ഭാർഗവ ആസുരീ വീതിഹോത്രോ മധുച്ഛന്ദ വീരസേനോ കൃതവർണ ഉപഹൂത സദാ ജന്മി ദ്രോണ ഭീഷ്മകൃപാദയ ധൃതരാഷ്ട്രസഹസ്സുനോ വിദുരച്ച മഹാമതി ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര യജ്ഞതീർക്ഷവ തത്രയോ സർവരാജാനോ രാജ്ഞാം പ്രകൃതയോ നൃപ തദസേ ദേവേജനം ബ്രാഹ്മണ സ്വർണലാംഗലൈഃ കൃഷ്ണ തത്ര യഥാം നായം ദീക്ഷയാം ചക്രിരേ നൃപം ഹൈമാ കിലോപകരണ പരണസ്യതാപുര ഇന്ദ്രാദയോ ലോകപാല വിരിഞ്ചഭവ സംയുത സഗണാ സിദ്ധഗന്ധർവ വിദ്യാധര മഹോരഗാഃ മുനയോ യക്ഷരക്ഷംസി ഖഗ കിന്നരചാരണക രാജാനച്ച സമാഹൂത രാജപത്നിച്ച സർവശ രാജസൂയം സമൂയസ്മ രാജ്ഞ പാണ്ഡുസുതസ്യ വൈ മേനിരേ കൃഷ്ണഭക്തസ്യ സുപഭന്നം അവിസ്മിതാഃ അയാജന്മഹരാമഹാരാജം യാചകാദേ വർച്ചസ രാജസൂയേന വിധിവത് പ്രജേത സമിവാവരാഗ സഹോദയ ഹന്യവനീപാലോ യാചകാൻ സഹസ്പതേ അപൂജയൻ മഹാഭഗൻ യഥാവൽ സുസമാഹിത സദസ്യാഗ്രാഹണാർത്ഥം അഹം സദസ്യാഗ്രാഹണാർഹം വൈ വിമുഷ്യന്ത സഭാസദഃ നാദ്യഗച്ഛന്നൈകാന്ത്യാത് സഹദേവ സദാ ബ്രവീത് അർഹതി ഹ്യച്യുത ശ്രേഷ്ഠം ഭഗവാൻ സതതാം പതി ഏഷ വൈ ദേവതാ സർവ ദേശകാലധനാധയഃ യഥാത്മകമിദം വിശ്വം കൃതവച്ഛേദാത്മകഃ അഗ്നിരാഹൂദയോ മന്ത്ര സാഖ്യം യോഗചയൽപര ഏകയേവാദ്വിതീയോ സാ വൈ തദാത്മ്യമിദം ജഗത് ആത്മനാത്മാശ്രയ സഭ്യാ സൃജവത്യതിഹന്തി ച വിധി വിവിധാനേഹ കർമാണി ജന്യാവദേക്ഷയാ ഈഹതേ യദയം സർവ ശ്രേയോ ധർമാതിലക്ഷണം തസ്മാൽ കൃഷ്ണായ മഹതേ ദീയതാം പരമാർഹണം ഏവം ചേൽ സർവഭൂതാനാം ആത്മനചാർഹണം ഭവേത്. അങ്ങനെ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള അനേകം ആളുകളൊക്കെ ഒത്തുകൂടിയിട്ടുള്ള ആ സദസ്സിൽ വെച്ചിട്ട് യുധിഷ്ഠിരന് ചെറിയൊരു സംശയം ഉണ്ടായി എന്നാണ്. എന്താ സംശയം അറിയോ? VIP മാത്രമല്ല VIP എത്തിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ആരെ വലിയ കസേരയിൽ ഇരുത്തണം എന്നൊരു കൺഫ്യൂഷൻ വന്നു. മനസ്സിലായില്ലേ? ആ സന്ദർഭത്തിൽ ഈ സംശയം വന്നു എന്ന് മാത്രമേ ഉള്ളിൽ വെക്കുകയില്ല, ഒന്ന് അതിനെ പുറത്ത് കമൻറ്റ് ചെയ്തു. ഇത് കേട്ടപ്പോൾ സഹദേവൻ പറഞ്ഞ കേട്ടാ എന്തൊരു വിഡ്ഢിത്തരാ അങ്ങ് ഈ പറയണത്. യാതൊരാളുടെ തൃപ്പാദത്തിലാണോ സർവ്വതീർത്ഥങ്ങളും അടങ്ങുന്നത്? ആ തൃപ്പാദങ്ങൾ തന്നെ നേരിട്ട് എഴുന്നള്ളിക്കഴിഞ്ഞാൽ പിന്നെ മറ്റു പലപ്പോൾ സൂര്യൻ ഭഗവാൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ മെഴുകുതിരിയും ചെരാതും തരേണ്ട വല്ല കാര്യമുണ്ടോ? വിഡ്ഢിത്തരെന്നല്ലേ പറയാ. സർവേശ്വരായിട്ടുള്ള ജ്ഞാനസൂര്യൻ ഭഗവാൻ ഇവിടെ സ്വമേധയാ എഴുന്നള്ളിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങണം? ഇത് കേട്ടപ്പോൾ ശരിയാണ് കേട്ടോ. കുട്ടിയാണെങ്കിലും അവൻ പറഞ്ഞ കാര്യമാണ്. ബലേബേഷ് സുഭാഷ് എന്ന് പറഞ്ഞു. അല്ല സുഭാഷ് അല്ല, സഭാഷ് അങ്ങനെയാണ്.
മനസ്സിലായില്ലേ? വിഷാദപി അമൃതംഗ്രാഹ്യം ബാലാദപി സുഭാഷിതം അമിത്രാദപി സത്വൃത്തം അമേധ്യാദപി കാഞ്ചനം. കൊച്ചുകുട്ടികളാണെങ്കിൽ പോലും പറയണത് കാര്യമാണെങ്കിൽ അത് കേൾക്കണം എന്നാണ്. ശരിയാണ് അദ്ദേഹത്തിന് ഇരുത്തി. ഇതങ്ങോട്ട് സംഭവിച്ചപ്പോഴേക്ക് എന്തെന്നില്ലാത്ത ക്രോധത്തോടു കൂടിയിട്ട് ശിശുപാലൻ എനിക്കുദ്ദേശിച്ച പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയവനെ ഭഗവാൻ ഓരോന്ന് പറയുമ്പോഴും വിരലിങ്ങനെ അമർത്തുക നോർത്തുക. അങ്ങനെ 5 തവണ മടക്കി 5 തവണ നോർത്തി എത്രയായി? 10ആയി. അങ്ങനെ ഇതിലിങ്ങനെ അങ്ങനെ 100 എണ്ണം എണ്ണി 101ാമത്തെ ഇങ്ങോട്ടായപ്പോൾ യജ്ഞസ്ഥലത്ത് ശിശുപാലവധം നടന്നു എന്ന് പറയണം. എന്താ അതിൻ്റെ കാരണം? അപ്പോൾ ഒരാളാണ്, ജൈവജയന്മാരാണല്ലേ. ഇനിയിപ്പോൾ ആരാളുള്ളത്? ദന്തഭക്തരനും കൂടി ഒരുത്തനെ ശരിയാക്കി. അപ്പം ശിശുപാലൻ ജനിച്ച മാത്രയിൽ പറഞ്ഞല്ലോ, ഒരു വികൃത രൂപിയെ പ്രസവിച്ച അമ്മ പോലും ഭയന്നു എന്നാണ്. അപ്പോൾ ഒരു അശരീരി വച്ചസ്സുണ്ടായി. എന്താ അത്? ഇവൻ്റെ ഹന്താവിനെ സ്പർശിച്ചു കഴിഞ്ഞാൽ സുന്ദര രൂപം കിട്ടും എന്നാണ്. അന്ന് അവരൊരു ആസൂത്രണം ഉണ്ടാക്കി അതിനെപ്പറ്റി ആലോചിച്ച് ഒരു തീരുമാനത്തിൽ എന്താണ്, അയൽവക്കത്തെ ആളുകളെയൊക്കെ ക്ഷണിച്ചു വരുത്തിയിട്ട് കുട്ടിയെ കാണാൻ, നവജാത ശിശുവിനെ കാണാൻ ക്ഷണിക്കുക. വരുന്ന ആളുകൾക്കൊക്കെ എന്തെങ്കിലും ചായയും പലഹാരം കൊടുത്ത് വിടുക. അവരൊക്കെ കുട്ടീനെയൊക്കെ ഒന്ന് അനുഗ്രഹിക്കട്ടെ. അങ്ങനെയാണ്. അപ്പോൾ സത്യത്തിൽ ഈ കുട്ടികളെ കാണാൻ പോകുന്ന ഒരു ചടങ്ങ് അവിടെ ഉണ്ടാക്കിയത് യമ്മയാണെന്നാണ് പറയണതേ. അങ്ങനെ ഏതായാലും ഓരോരുത്തരായിട്ട് വന്നു. കൃഷ്ണൻ ഒഴികെ ബാക്കി അനേകം ആളുകളെത്തി. അവസാനം കൃഷ്ണനെത്തി. കൃഷ്ണനെത്തിയിട്ട് നേരെ ഈ കുട്ടീനെ അങ്ങോട്ട് തൊട്ടതും കുട്ടി അങ്ങോട്ട് സുന്ദരനായിരുന്നു. കാലിലൊരു തണുപ്പ്. നോക്കിയപ്പോൾ ശിശുപാലൻ്റെ അമ്മ ഭഗവാന്റെ കാലിൽ പിടിച്ചിരിക്കുക. കാര്യക്ക് മനസ്സിലായി, എൻ്റെ കുട്ടിയെ കൊല്ലരുത് എന്ന്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇവൻ്റെ 100 തെറ്റുകൾ ഞാൻ പൊറുക്കാം. 100 തെറ്റുകൾ. അതാണ് വിരൽ പിടിച്ച് എണ്ണിയത്. 101ആയപ്പോൾ കഴിഞ്ഞു എന്ന് പറയണം. അങ്ങനെ സർവഭൂതാത്മബോധായ കൃഷ്ണായാനന്യദർശനേ ദേയം ശാന്തായ പൂർണ്ണായ ദത്തസ്യാനന്ദമിച്ഛത ഇത്യുക്ത്വാ സഹദേവോ ഭൂൽ തൂഷ്ണീം കൃഷ്ണാനുഭാവവിത് തച്ഛുത്വാ ദുഷ്വ സർവേ സാധു സാധിതമാഹ ശ്രുത്വാദിജേരിതം രാജാ ജ്ഞാത്വാ ഹാർദം സഭാസദം സമർഹയദൃഷികേശം പ്രീതപ്രണയവിഖ്വലഃ തൽപാദാവനിജ്യാവ ശിരസാലോകപാവനി സഭാര്യ സാനുജാമധ്യ സകുടുംബോ വഹന്മുത സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ 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 വാസോപി പീതകൗശേയം ഭൂഷണേ ച മഹാതനൈഃ ഭൂകൗശേയർഭൂഷണൈ ച മഹാതനൈഃ അർഹിത്വാശ്രപൂർണാക്ഷോ നാസികൽ സമേക്ഷിതം ഇത്തം സമാജിതം വീക്ഷ്യ സർവേ പ്രാഞ്ജലയോജനാഃ നമോ ജയേതി നേമുസം നിവേദ പുഷ്പവൃക്ഷയഃ ഇത്തം നിശമ്യതമധൂതമഘോഷസുതസ്വപീഠാ ഉത്ഥായ കൃഷ്ണഗുണവർണ്ണനജാതമന്യോ ഉൽക്ഷിപ്യമാഹുവിതമാഹ സദസ്യമർഷി സംശ്രാവയൻ ഭഗവതേ പുരുഷാണ്യവേദ ഈശോ ദുരുത്യകാലയിതി സത്യവതീ ശ്രുതിഃ വൃദ്ധാനാമേൽ ബുദ്ധിർ ബാലവാക്യൈർവിവിധ്യതേ യൂയം പാത്രവിദാം ശ്രേഷ്ഠോ മാമധ്വം മന്ധും ബാലഭാഷിതം സഹസൽപതയ സർവേ കൃഷ്ണോയൽ സമതോർഹണേ തപോ വിദ്യാവൃതധരാൻ ജ്ഞാനവിദ്വസ്ത കൽമഷാൻ പരമർഷിൻ ബ്രഹ്മനിഷാൻ ലോകപാലേ ച പൂജിതൻ സഹസൽപതേനതിക്രമ്യ ഗോപാലകുലവംസനായ യഥാകാകപുരോടാംശം സപര്യാം കഥമർഹതി വർണ്ണാശ്രമകുലാവേദ സർവധർമ്മബഹിഷ്കൃത സ്വൈരവർത്തി ഗുണൈർഹീന സപര്യാം കഥമർഹതി യാതിർനൈഷാ കുലം ശബ്ദം സൽഭിർബഹിഷ്കൃതം വൃതാപാനരതം ശശൽ സമര്യാം കഥമർഹതി ബ്രഹ്മർഷി സേവിതാൻ ദേശാൻ ഹിത്യേ ബ്രഹ്മവർഷസം സമുദ്രം ദുർഗമാശ്രിത്യ ബാധന്തേ ദസ്യവ പ്രജാഃ ഏവമാദിന്യഭദ്രാണി മാദേന്യഭദ്രാണി പഭാഷേ നഷ്ടമംഗളഃ നോവാച കിഞ്ചിൽ ഭഗവാൻ യഥാ സിംഹശിവാരുദം ഭഗവൻ നിന്ദനം ശ്രുത്വാ ദുസ്സഹം തൽസമാസത കർണോ വിധായ നിർജഗ്മോ ശവന്തചേദിവം വൃഷാഃ നിന്ദാം ഭഗവത ശൃണ്ണം തൽപരസി ജനശിവ തദോ നാവേദിയ സ്വാമി യാത്യദസുകൃതച്യുത തത പാണ്ഡുസുതാകൃത മത്സ്യകൈകേയ സഞ്ജയ ഉദാഹിത സമുദ്നസ്സു ശിശുപാലാജികം സവ
തദൈത്യസ്വസംഭ്രാന്തോ ജഗർഹേ ഖഡ്ഗചർമ്മണി ബൽസേൻ കൃഷ്ണഭക്ഷിയാൻ രാജ്ഞ സഹസിഭാരതാവതുദ്ധായ ഭഗവാൻ സ്വാൻ നിവാര്യ സ്വയം രുഷ ശിരക്ഷുരാന്തചക്രേണ ജഹാരാപതദോരിപോः ശബ്ദകോലാഹലഭ്യാസിൽ ശിശുപാലഹതേ മഹാൻ തസ്യാനുയായിനോ ഭൂവ രുദ്രവൽ ജീവിതൈഷണ ചൈദ്യദേഹോതിതം ജ്യോതിർവാസുദേവാവിശത് പശ്യതാം സർവഭൂതാനാം ഉൽക്കവേ ഭുവി ചാച്യുത ജന്മത്രയഗുണാൻ ജന്മത്രയാനുഗുണിത വൈരസംരബ്ധയാദിയ ധ്യായം സന്മയതാം യാദോ ഭാവോ ഹി ഭവകാരണം ഹൃദിഭ്യ സദ്യേഭ്യോ സസ്യേഭ്യോ ദക്ഷിണാം വിപുലാമതാത് സർവാൻ സംപൂജ്യ വിധിവച്ചക്രേ അവഭ്യതം ഏകരാട് സാധയിത്വാ കഥം രാജ്ഞ കൃഷ്ണോ യോഗേശ്വരീശ്വര ഉവാസ കഥയന്മാസൻ സുഹൃൽഭിൽ അഭിയാജിത തതോനുജ്ഞാപി രാജാനാം അനിച്ഛന്തമീശ്വര യേയോ സംഭാര്യ സാമാത്യ സ്വപരം ദേവികീ സുധാവർണ്ണിനം ദൗവാഖ്യാനം മയാ തേ ഭൂവിസ്തരം വൈകുണ്ഠവാസിനോർജന്മ വിപ്രശാപാൽ പുനഃ പുനഃ രാജസൂയാവഭ്യത്തെ പ്രത്യേന സ്നാദോ രാജാ യുധിഷ്ഠിര ബ്രഹ്മക്ഷത്ര സഭാമധ്യേ ശിശുവേ സുരാണിവ രാജ്ഞാ സമാജിത സർവേ സുരമാനവഖേജര കൃഷ്ണം കൃതം ച സംശംസന്ത് സുധാമാനീർമുദ ദുര്യോധനമൃതേ പാപം കലിം കുരുകലാമയം യേന യോന ശേഹേ ശ്രിയം സ്ഫീതാം ദൃഷ്ട്വാ പാണ്ഡുസുസ്യത ഏതം കീർത്തയത് വിഷ്ണോ കർമ്മചൈത്യാവധാധികം രാജമോക്ഷം വിധാനം ച സർവപാപൈ പ്രമുച്യതേ ഇദം കീർത്തയേൽ വിഷ്ണോ കർമ്മ ചൈദ്യവധാധികം ചേതി ഭൂപാലനായതുകൊണ്ട് അദ്ദേഹത്തിന് ചൈദ്യൻ എന്നുകൂടി ഒരു പേര്. ഈ കഥ ആരൊരാൾ ഭക്തി ശ്രദ്ധയോടുകൂടി പാഠം ചെയ്യുന്നുവോ അഥവാ ശ്രവിക്കുന്നുവോ രാജമോക്ഷം വിധാനം ച സർവപാപൈ പ്രമുച്യതേ സർവപാപത്തിൽ നിന്നും അവർ മുക്തരാകുന്നു എന്ന ഫലം പറഞ്ഞിട്ടാണ് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമ സ്കന്ധേ ഉത്തരാർദ്ധേ ശിശുപാലവധോ നാമ ചതുസപ്തമോധ്യായഃ. ഏതായാലും ഉദ്ധവര് പറഞ്ഞതുപോലെ തന്നെ ആ ഭഗവാൻ ആദ്യം രാജസൂയത്തിന് പോയി എന്ന് പറഞ്ഞു. ഇതിനകം വിശ്വജയത്തിനായിക്കൊണ്ട് അശ്വത്തെ അയച്ചപ്പോൾ പറഞ്ഞതുപോലെ ജരാസന്ധൻ അതിനെ ബ്ലോക്ക് ചെയ്തു, പ്രശ്നങ്ങളുണ്ടാക്കി. പിന്നെ അതിനെ മോചിപ്പിക്കണം. ഭഗവാൻ എന്ത് ചെയ്തറിയോ, അർജുനെയും ഭീമനെയും കൂട്ടിയിട്ട് ഭഗവാൻ നേരെ ജരാസന്ധൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ വേഷവിധാനങ്ങൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറ്റി ഒരു സാത്വിക ബ്രാഹ്മണരുടെ വേഷം സ്വീകരിച്ചുകൊണ്ടാണ് പോയത്. ജരാസന്ധന് ഒരു ക്വാളിറ്റി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഈ അസുരന്മാർക്ക് പലർക്കും അങ്ങനെ വാസനകളുണ്ട്. കാരണം അവരെയൊക്കെ പലരെയും നിലനിർത്തുന്നത് എന്താ അറിയോ, ധർമ്മമാണ്. ധർമ്മത്തിന് വലിയ ശക്തിയുണ്ട്. ഇതാണ്. അപ്പോൾ രാവിലത്തെ അവരുടേതായിട്ടുള്ള ചില ഉപാസനകളും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ചില ചിട്ടകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അങ്ങനെ സിറ്റ് ഔട്ടിൽ വന്നിരിക്കും. ആരെങ്കിലും കാണാൻ വന്നിട്ട്, നമ്മുടെ ഓരോ വീടുകളിലും ഈ സമ്പ്രദായം ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പം ഇല്ല തോന്നുന്നു, ചിലവിടെ ഉണ്ടാവും, കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. വൈകുന്നേരം ആവുമ്പോൾ പടിപ്പരയിൽ പോയിട്ട് ഒരു ചോദ്യം ഉണ്ടല്ലോ, എന്താണ്, അത്താഴപ്പഴനിക്കാരുണ്ടാവും. ഉറക്ക ചോദിക്കില്ല, ആരെങ്കിലും വന്നാലും രാജാരായിട്ട് ഉറക്ക ചോദിക്കണം എന്നാ പറയാ. കാരണം എന്താ, ആർക്കെങ്കിലും കൊടുത്ത് കഴിക്കുമ്പോഴേ അതിനനുഭവം ഉണ്ടാവുള്ളൂ അല്ലേ എന്നതുപോലെ അതൊരു പ്രതീകമാണ്. പ്രതീകമല്ല, അതൊരു തത്വമാണ്. അങ്ങനെയാണ് വേണ്ടത്. ധർമ്മം. ഇദ്ദേഹം വന്നിരിക്കുക, ആരെങ്കിലും കാണാൻ വന്നിട്ടുണ്ടോ? കുറച്ച് ആളുകൾ. വരൂ നമസ്തേ. എന്താ വിശേഷം? അങ്ങ് ധർമ്മിഷ്ഠനാണല്ലോ. പറയൂ. അങ്ങേ കണ്ടാൽ കാര്യം സാധിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. പലരും പറഞ്ഞു കേട്ടത് അങ്ങനെയാണ്. ഓ, സാധിക്കും, ചെയ്യാം കേട്ടോ, എന്ത് വേണം, ഞങ്ങളൊരു സഹായം അങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കാര്യം പറയാമായിരുന്നു. തീർച്ചയായിട്ടും ചെയ്തുതരാം. എന്താ ചെയ്യേണ്ടത്, എന്താ വേണ്ട പറയൂ. ഞങ്ങൾ ബ്രാഹ്മണരല്ല, അതെനിക്ക് കണ്ടപ്പോൾ തന്നെ സംശയം തോന്നി. എന്നിട്ട് ഞാൻ കൃഷ്ണനാ. താൻ പേടിച്ച് ഓടിയവനല്ലോ, യുദ്ധത്തിന് പേടിച്ചു കയറി. ഇത് വിജയന്ന് പേര്, പാർത്ഥൻ. എന്താ കാര്യം പറഞ്ഞില്ല. ഞങ്ങൾക്ക് യുദ്ധം വേണേ, മല്ലയുദ്ധം. അങ്ങുമായിട്ടൊന്ന് മൽപ്പിടുത്തം നടത്തണം. താൻ ഒരിക്കലും ഓടിയവനാണ്. താൻ പേടിത്തൂരികളുടെ അടുത്തൊന്നും ഞാൻ, നമുക്ക് മോശമാണ്. ഇവൻ്റെ കൊച്ചു പയ്യനാണല്ലോ, പോരാ. അത് ഭീമൻ. അവനായിട്ട് വേണമെങ്കിലൊന്ന് നോക്കാം കേട്ടോ. ഇത് കേട്ടപ്പോൾ ഭീമനെ
എന്തറിയോ, കൃഷ്ണൻകുട്ടീനെ പേടിച്ചു കയറിയെന്ന് പറഞ്ഞു, മറ്റേവൻ കൊച്ചാടെന്നും പറഞ്ഞു. അപ്പൊ താനെ ഉള്ളൂ പോ, അതെ അദ്ദേഹത്തിന്റെ ഇരയായിട്ട് താനേ ഉള്ളൂ. കൃഷ്ണൻകുട്ടി പോകും പറഞ്ഞു, എന്നാ ഭീമേട്ട വേണ്ട രീതിയിൽ നോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ശംഖ് വിളിച്ചു, യുദ്ധം ആരംഭിച്ചു. ഓരോ ദിവസവും അടികൊണ്ടിങ്ങനെ പുകയ്യാന്നല്ലാതെ ഭീമന്റെ കരി മഹാപരുങ്ങലായി. 10-18 ദിവസം കഴിഞ്ഞു കേട്ടോ. വിഷമിച്ചു പോയി എന്ന് പറയാണ്. പാതിരാകുമ്പോൾ എണീച്ചിരുന്നിട്ട് നിലവിളി കൂട്ടുക, എങ്ങനെ ഇപ്പോൾ ഇത് പൂർത്തീകരിക്കാമെന്ന് നിശ്ചയില്ലാതെ വിഷമിക്കണോ, ഇത്രയൊന്നും പ്രയാസം തനിക്കുണ്ടായിരുന്നില്ലല്ലോ എന്ന് ദുഃഖിച്ചുകൊണ്ട് കൃഷ്ണൻകുട്ടി എന്താ ഇപ്പം ഇങ്ങനെ ഒഴിവാവാൻ കാരണം? മൂപ്പര് ഈ ബന്ധുവില്ലാത്ത വീട്ടിൽ വിരുന്ന് വന്നമാതിരി ഒരു ന്യൂട്രൽ എന്താ പരിപാടി എന്നിങ്ങനെ ആലോചിച്ച് കൃഷ്ണനെ പറ്റി ചിന്തിച്ചപ്പോൾ കൃഷ്ണൻകുട്ടി ചോദിച്ചു, ഭീമേട്ട ഉറക്കം വരില്ലേ? ഇല്ല. എന്താ ഇപ്പം ഞാൻ ചെയ്യാ കൃഷ്ണൻകുട്ടി, എങ്ങനെയാ ഈ അസുരനെ ജയിക്കുക? കരഞ്ഞു. ചോദ്യം വന്നു അല്ലേ? ചോദ്യം വന്നപ്പോൾ ഉത്തരായി. വിഷമിക്കേണ്ട, വഴിയുണ്ടാവും, സുഖമായിട്ട് കിടന്നുറങ്ങണം, നേരം വെളുക്കട്ടെ, പരിഹാരം ഉണ്ടാവും. പിറ്റേ ദിവസം എണീച്ചു. ആ യുദ്ധക്കളത്തിലേക്ക് ചെന്നപ്പോൾ ആ പീഠത്തിൻ്റെ യുദ്ധപീഠം ഉണ്ടല്ലോ, ആ തട്ടിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ചെറിയൊരു കോല് കിടക്കണം കണ്ടു. ഭഗവാൻ അതിനെ അങ്ങനെ ഒന്നിങ്ങനെ ഇളകിയിട്ടെടുക്കാൻ പോയി. എന്തിനാ വെച്ചാൽ ഭീമൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. എടുത്തിട്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കി അതിനങ്ങനെ നഖം കൊണ്ട് ഇതിനെ 2 ചീന്തായിട്ട് അങ്ങനെ പിച്ച് ചീന്തിയിട്ട് ഒന്നിങ്ങനെ ഇട്ടു, ഒന്ന് അങ്ങനെ ഇട്ടു, 2 സൈഡിലേക്ക് വലിച്ചെറിഞ്ഞു. ബുദ്ധിമാന്മാർക്ക് വിസ്തരിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലേ? സൂചനകൾ മതി മനസ്സിലാവാൻ എന്ന് പറയാണ്. അങ്ങനെ ഏതായാലും ഭീമൻ അത് മനസ്സിലാക്കി ഭഗവാനെ നന്നായിട്ട് സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ അങ്ങോട്ട് മലർത്തി അടിച്ച് ചെരിച്ച് കിടത്തി ഒരു കാലിൽ മറ്റേ കാലിൽ ചവിട്ടിയിട്ട് കാല് പിളർത്തിയിട്ട് അങ്ങോട്ട് 2 സൈഡിലേക്കും. അതോടെ ജരാസന്ധ വധം നടന്നു. അപ്പം കഥ കേൾക്കുന്ന രാജാവിന് സംശയമായി, സ്വാമിജി എന്താ അപ്പം ഇങ്ങനെയൊക്കെ ഒരു ആയുധമൊന്നും ഉപയോഗിക്കാതെ കണ്ട് ഇങ്ങനെ പിച്ച് ചീന്തി കൊല്ലുക എന്നൊക്കെ പറയും, എന്താ അതിൻ്റെ സമ്പ്രദായം? കാരണമുണ്ട്. ജയദ്രഥൻ അദ്ദേഹത്തിൻ്റെ അച്ഛന് മക്കളില്ലാതെ ലേശം വിഷമിച്ചു. അപ്പം അദ്ദേഹം എന്താ ചെയ്ത് വെച്ചാൽ ഒരു സ്വാമിയെ കണ്ട് സങ്കടം പറഞ്ഞു. അപ്പം അദ്ദേഹം വരം കൊടുത്തു, ശരി വിഷമിക്കണ്ട, പഴം ജപിച്ചു തരാം കേട്ടോ എന്നും പറഞ്ഞിട്ട്. പഴത്തിന് ഫലം എന്നും കൂടി പറയും അല്ലേ? അപ്പോൾ ഫലം ഉണ്ടാവും എന്നുള്ള അർത്ഥത്തിലാണ് സ്വാമിമാർ പഴം കൊടുക്കുന്നത്. അങ്ങനെ ആ പഴത്തെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്ത് ആ പഴം കൊണ്ട് അദ്ദേഹം നേരെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു തിരുവുണ്ട്, വഴി 2ആയിട്ട് പിരിയാണ്. ഒന്ന് തൻ്റെ വീട്ടിലേക്ക് പോണതാണ്, തൻ്റെ ഫാമിലി ധർമ്മപത്നി അവിടെ ഇരുന്ന്. പക്ഷേ ഈ ഇടത്തെ വഴിക്ക് പോയാൽ അവിടെ ഒരു തനിക്കൊരു ഇഷ്ടക്കാരിയുണ്ട്, അങ്ങനെ ഇഷ്ടക്കാരിയുണ്ട്. അപ്പോൾ മറ്റേവൾ നന്നായിട്ട് നോക്കും, ആഹാര കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, ഇഡ്ഡലി ഇഷ്ടം ഉണ്ടാക്കും, ഒരു ദിവസം ചക്കപ്പാത്തി കുറുമി ഉണ്ടാക്കും, ഇടിച്ചക്കപ്പേരി ഉണ്ടാക്കി, ഇതൊക്കെ നന്നായിട്ട് നോക്കണം. പക്ഷേ ഇവള് സൗന്ദര്യ കാര്യങ്ങളിലും ഡ്രസ് കോഡൊക്കെ നന്നായിട്ട് നിശ്ചയിക്കുന്നത്, ഈ ഷാൾ ഇട്ടാൽ മതി കേട്ടോ അങ്ങനെ നല്ല ശുശ്രൂഷ. അപ്പോൾ ഇതും ഒഴിവാക്കാൻ വയ്യ, ഇതും ഒഴിവാക്കാൻ വയ്യ. എന്താ ചെയ്യുക? അദ്ദേഹം വേഗം എന്ത് ചെയ്തു വെച്ചാൽ ആ പഴത്തിനെ കണ്ട് 2 കഷ്ണാക്കിയിട്ട് ഇപ്പുറത്തേക്ക് പോയിട്ട് ഒരു പത്നിക്കും കൊടുത്തു, മറ്റേ കഷ്ണം മറ്റേ പത്നിക്കും കൊടുത്തു. 2 പേരും ആഫാഫ് കഷ്ണങ്ങൾ കഴിച്ചു, ഗർഭിണികളായി. പ്രസവിച്ചപ്പോൾ ആഫാഫ് കുട്ടികൾ, പപ്പാതി കുട്ടികൾ. ഈ പപ്പാതിയും കൊണ്ട് ഇപ്പം എന്താ ചെയ്യുക? പാതി ഒന്നിനും ഒരു വസ്തുവിനും പറ്റില്ലല്ലോ, ചേർച്ച വേണ്ടേ ഭഗവാനെ? അതിനെ കളഞ്ഞു എന്ന് പറയാണ്. ആ ശ്മശാനത്തിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ ശ്മശാനത്തിൽ ജര എന്ന പേരായിട്ടുള്ളൊരു പിശാചിനി താമസിക്കുന്നുണ്ട്. ജര എല്ലാവരും പേടിച്ചിട്ടും രാഗിയിട്ടൊക്കെയാണ് നടക്കുക. അതേ പോകുമ്പോൾ പേടിയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവൾക്കൊരു കൗതുകം തോന്നി. അവൾ എന്ത് ചെയ്തു വെച്ചാൽ ഈ 2 കഷണങ്ങളെ എടുത്ത് ഒന്നിച്ച് ചേർത്തിയിട്ട് മന്ത്രജലം തളിച്ചിട്ട് ജീവിക്കുമാറാവട്ടെ എന്ന് അനുഗ്രഹിച്ചു. അതോടുകൂടിയിട്ട് ഈ കുട്ടിയെ ഒട്ടിയിട്ട് നല്ല ആരോഗ്യവാനായിട്ടുള്ള കരുത്തനായിട്ടുള്ള ഒരാളായിട്ട് മാറി. അങ്ങനെ ജരയാൽ സന്ധി ചെയ്യപ്പെട്ടവനായതുകൊണ്ട് അവന് ജരാസന്ധൻ എന്ന നാമധേയം. അപ്പോൾ ആ ചേർച്ച വിടർത്തിയാലേ അവന് മരണം സംഭവിക്കൂ. ഇങ്ങനെയൊരു തത്വമുണ്ട്. അതുകൊണ്ടാണ് പിച്ചു ചീന്തി വലിച്ചെറിഞ്ഞെന്ന് പറഞ്ഞു. ഇനി കുറേ ഭാഗങ്ങൾ പറയാണ്ട് അതിനുശേഷം നമുക്ക് ഭഗവാന്റെ സുഹൃത്തായിട്ടുള്ള സുദാമാവിൻ്റെ കുചേല ഉപാഖ്യാനം വായിക്കണം. അതിൻ്റെ ആചരണം നമുക്കറിയാം അല്ലേ? ഭഗവാനെ കാണാൻ പോകുന്നു,
പ്രാകൃതമായിട്ട് ആ അനുഭവം നമ്മുടെ എല്ലാതരം ആവലാദികൾക്കും സങ്കടങ്ങൾക്കും ഒക്കെ ആ കഥ കേൾക്കുന്നതോടുകൂടി ഭഗവാനെ അവിൽക്കഴി സമർപ്പിക്കുന്നതോടു കൂടിയിട്ട് മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ശ്രദ്ധാഭക്തിയോട് കൂടിയിട്ട് വേണം കേട്ടോ കഥ കേൾക്കാൻ. അപ്പോൾ കഥ കേൾക്കാൻ വരുമ്പോൾ 2-3 കാര്യങ്ങൾ. എന്താ വെച്ചാലേ ഒരു മിതമായ ആഹാരം കഴിക്കുക. എന്താ വെച്ചാൽ അപ്പോഴേ ശരീരം പറഞ്ഞത് കേൾക്കുള്ളൂ. ഒന്ന്. പിന്നെ മൊബൈൽ ഫോണൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അതിന് ശബ്ദമില്ലാണ്ടാക്കി വയ്ക്കുക, വൈബ്രേഷൻ വരാൻ പാടില്ല. അപ്പോഴെവിടെയെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഹൃദയരാഗമായിട്ട് എണീച്ച് ഓടേണ്ടി വരും, ഇങ്ങനെ കിടന്ന് കിടുകിടിയാക്കും. അപ്പോൾ അതിനെ ശബ്ദമില്ലാണ്ടാക്കുക. അങ്ങനെ സ്വയം ആസ്വദിക്കാനും മറ്റുള്ളവർക്ക് വിഷമില്ലാത്ത നിലയിലൊക്കെ നമ്മൾ ഇത് ചെയ്യണം. അങ്ങനെ ആചരണങ്ങൾ പഠിക്കണം. ആ കഥാഭാഗങ്ങൾ വേഗം വായിച്ച് അതിൻ്റെ കഥാഭാഗങ്ങളിലേക്ക് പോകാം. ഏതായാലും ഭഗവാന്റെ മഹാകാരുണ്യം കൊണ്ട് ഇന്നിപ്പോൾ 6ാമത്തെ ദിവസമാണല്ലേ. ഭഗവാനെ ഒരു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നാളെ ഉച്ചവരെയും കൂടി സഹിച്ചാൽ മതിയല്ലോ അല്ലേ? അങ്ങനെയാണോ?